നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ LDFിൽ സീറ്റ് വിഭജന ചർച്ചകൾ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം LDFിന്റെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഒരു ഏകദേശ ധാരണ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പല പാർട്ടികളും തങ്ങൾക്ക് നൽകാമെന്ന് പറയുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ തൃപ്തരല്ല എന്നതാണ് ഈ പ്രതിസന്ധിക്കുള്ള പ്രധാനപ്പെട്ട കാരണം. CPIക്ക് കഴിഞ്ഞ തവണ 23 സീറ്റുകളാണ് കൊടുത്തത്. ഇത്തവണയും അത്രയും സീറ്റുകൾ തന്നെയാകും CPIക്ക് ലഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ തരാൻ കഴിയില്ല എന്ന നിലപാട്, ഒരു കർക്കശമായിട്ടുള്ള നിലപാട് CPM സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പിടിവാശി എടുത്തിട്ട് കാര്യമില്ല, കൂടുതൽ ബലം മസിൽ പിടിച്ചിട്ട് കാര്യമില്ല എന്നത് CPIക്ക് അറിയാം. അതുകൊണ്ട് അവര് അതിന് വഴങ്ങിയിരിക്കുകയാണ്. വലിയേട്ടന് മുന്നിൽ അങ്ങനെ CPI എന്ന് പറയുന്ന ചെറിയേട്ടൻ കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ സീറ്റുകൾക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അത് തുറന്നു ചോദിക്കാനുള്ള ഒരു ധൈര്യമോ ആർജവമോ ഒന്നും നിലവിലെ CPIയുടെ നേതൃത്വത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ അവർ കിട്ടുന്നത് കൊണ്ട് തൃപ്തരായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇത്തവണയും കാണാൻ കഴിയുന്നത്. എന്തായാലും അതേസമയം കേരള കോൺഗ്രസ് മാണി വിഭാഗം അത്തരത്തിൽ അങ്ങനെ കിട്ടുന്ന സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടാൻ സന്നദ്ധമല്ല, തയ്യാറല്ല എന്ന നിലപാടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം 12 സീറ്റുകളിലാണ് മത്സരിച്ചത്. അവർക്ക് 13 സീറ്റുകൾ അവർ ആവശ്യപ്പെട്ടിരുന്നു. 13ാമത്തെ സീറ്റായിട്ട് അവർക്ക് കുറ്റ്യാടി വേണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ അത് അവസാന നിമിഷം CPM തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് UDF വിട്ട് കേരള കോൺഗ്രസിലെ മാണി വിഭാഗം LDFിനൊപ്പം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയ്ക്കും 12 സീറ്റോളം നൽകാനുള്ള ഒരു തീരുമാനം CPM സ്വീകരിക്കുകയും ചെയ്തത്. എന്തായാലും ഇത്തവണ പക്ഷേ ഈ 13 സീറ്റുകൾ, തങ്ങൾക്ക് കഴിഞ്ഞ തവണ വാഗ്ദാനം ചെയ്ത 13 സീറ്റുകൾ ഇത്തവണ വേണമെന്നുള്ള കർക്കശമായിട്ടുള്ള ഉറച്ച നിലപാടിൽ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണി നിൽക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ 2 മാസം മുൻപ് തന്നെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 13 സീറ്റുകളാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത്, അത് കിട്ടിയേ പറ്റൂ എന്നുള്ളത് അദ്ദേഹം നിരന്തരം മാധ്യമ പ്രവർത്തകരുടെ മുന്നിലൊക്കെ തന്നെ ആവർത്തിക്കുന്നുണ്ട്. സമാനമായ ഒരാവശ്യം അദ്ദേഹം ഈ പറയുന്ന ഉഭയകക്ഷി ചർച്ചയിൽ CPMനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 13ാമത്തെ സീറ്റായിട്ട് കുറ്റ്യാടി വേണമെന്ന് തന്നെയാണ് അവരുടെ നിലപാട്. എന്നാൽ CPM അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇതുവരെയും സന്നദ്ധമായിട്ടില്ല. CPM പറയുന്നത് പോയി പണി നോക്ക് എന്നാണ്. കാരണം കുറ്റ്യാടി എന്ന് പറയുന്നത് CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ പാറക്കൽ അബ്ദുള്ളയുടെ 333 വോട്ടുകൾക്ക് കഷ്ടിച്ചാണ് CPM ഇവിടെ കടന്നുകൂടിയത്. ആ സീറ്റ്, സിറ്റിംഗ് സീറ്റ് തങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല, അവിടെ തങ്ങൾ തന്നെ മത്സരിക്കുമെന്ന ഉറച്ച നിലപാട് CPM സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ടുള്ള ഈ പറയുന്ന സീറ്റ് വിഭജന ചർച്ചകൾ കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. 13 സീറ്റുകൾ തന്നെ വേണം, കുറ്റ്യാടി അല്ലെങ്കിൽ പേരാമ്പ്ര തങ്ങൾക്ക് വേണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ജോസ് കെ മാണി. ഈ 2 സീറ്റുകളും വിട്ടുകൊടുക്കാൻ CPMനെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല. കാരണം ഈ 2 സീറ്റുകളും അവരുടെ സിറ്റിംഗ് സീറ്റുകളാണ്. പ്രത്യേകിച്ച് പേരാമ്പ്രയിൽ അവരുടെ LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനാണ് സിറ്റിംഗ് MLA. അപ്പോൾ ആ 2 സീറ്റുകളും അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. നിലവിൽ ഇത്തവണ TP രാമകൃഷ്ണൻ ഒരുപക്ഷെ മത്സരിക്കില്ല എന്നൊരു സൂചനയുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ തന്നെ മത്സരിക്കണമെന്ന നിലപാടാണ് CPMന്റെ സംസ്ഥാന സമിതി എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ TP രാമകൃഷ്ണൻ മത്സരിക്കുന്നില്ല എങ്കിൽ ആ സീറ്റ്, പേരാമ്പ്ര സീറ്റ് മാണി വിഭാഗത്തിന് കൊടുക്കാമെന്നൊരു ആലോചന CPMൽ ഉണ്ടായിരുന്നു. പക്ഷേ പേരാമ്പ്ര അവിടെ TP രാമകൃഷ്ണൻ തന്നെ മത്സരിപ്പിക്കാൻ രംഗത്തിറക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും ആ സീറ്റ് മാണി വിഭാഗത്തിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് എന്നാണ് മാണി വിഭാഗം കരുതുന്നത്. എന്തായാലും മാണി വിഭാഗവുമായിട്ടുള്ള ചർച്ചകൾ അങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. അവര് കടുംപിടുത്തത്തിൽ തന്നെ നിൽക്കുന്നു. 13 സീറ്റുകൾ തന്നെ തങ്ങൾക്ക് വേണം, അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ LDF യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനമാകാതെ അത് പിരിയേണ്ടി വന്നത്. അങ്ങനെ LDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ എങ്ങും എത്താതെ വലിയ രീതിയിൽ കലുഷിതമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ LDFിലെ മറ്റ് ചെറിയ കക്ഷികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തമ്മിലടിയും തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒരു ഘടകകക്ഷിയായ NCPയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. NCPയുടെ കോഴിക്കോട് ജില്ലാ നേതൃയോഗത്തിന് ശേഷം പുറത്തു വന്ന നേതാക്കൾ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ പരസ്പരം പോർവിളിക്കുന്ന, ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് പാർട്ടിയുടെ നിലവിലെ മന്ത്രിയും എലത്തൂരിലെ MLAയുമായിട്ടുള്ള AK ശശീന്ദ്രനെ ചൊല്ലിയാണ്. കാരണം AK ശശീന്ദ്രൻ കഴിഞ്ഞ തുടർച്ചയായി 3 തവണ എലത്തൂരിൽ നിന്നും വിജയിച്ച് MLA ആയ വ്യക്തിയാണ്. അദ്ദേഹം ഇതിനോടകം 7 തവണ മത്സരിച്ചു, അതിൽ 6 തവണയും ജയിച്ചു. ഇപ്പോൾ അദ്ദേഹം
മന്ത്രിയാണ്. ജയിക്കുന്ന സമയത്തെല്ലാം ഭരണം കിട്ടുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം മന്ത്രി. 2016 ആദ്യ പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പോൾ അവിടെ എലത്തൂരിൽ AK ശശീന്ദ്രനെ മാറ്റി പകരം ഒരാൾ വേണം എന്ന ഒരു വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. കാരണം AK ശശീന്ദ്രൻ ഇതിനോടകം തന്നെ നല്ല പ്രായമായിട്ടുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. മറ്റാർക്കും അവസരം കൊടുക്കാതെ AK ശശീന്ദ്രൻ ഇങ്ങനെ ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കുന്നതിൽ പാർട്ടിക്കുള്ളിലെ സ്ഥാനമോഹികൾക്കൊക്കെ തന്നെ വലിയ അമർഷമുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരസ്യമായിട്ട് കണ്ടത്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ജില്ലാ യോഗത്തിൽ ഇത്തരത്തിൽ AK ശശീന്ദ്രനെ മാറ്റണം എന്നൊരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം ഭൂരിപക്ഷ പിന്തുണയോടുകൂടി പാസ്സായി. 2-3 പേർ മാത്രമാണ് അതിനെ എതിർത്തത്. മറ്റൊരു പേര് നിർദ്ദേശിച്ചത് 2-3 പേർ മാത്രമാണ്. ഭൂരിപക്ഷ ആളുകളും കമ്മിറ്റിയിൽ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളും അതിനകത്ത് പറഞ്ഞത് AK ശശീന്ദ്രനെ മാറ്റണം എന്ന് തന്നെയാണ്. കാരണം പുതിയ ഒരാൾക്ക് അവിടെ അവസരം കൊടുക്കണമെന്നാണ്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് തന്നെ ഇതിനെ എതിർക്കുന്നവർ ഉടൻ തന്നെ അതിനകത്ത് തട്ടിക്കയറുകയും അതിനകത്ത് ഇടിച്ചു കയറുകയും ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുകയും ചെയ്തു. അവർ അവകാശപ്പെട്ടത് AK ശശീന്ദ്രനെ മാറ്റുകയാണെങ്കിൽ അത് PM സുരേഷ് ബാബുവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരാവശ്യം അവിടെ ഉയർന്നു വന്നു എന്നതാണ്. അത് അത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രതിസന്ധി, ഒരു തമ്മിലടി അവിടെ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത NCPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ PC ചാക്കോ അദ്ദേഹം AK ശശീന്ദ്രൻ മാറണം എന്നൊരാവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം AK ശശീന്ദ്രൻ നേരത്തെ PC ചാക്കോ അധ്യക്ഷനായിരിക്കെ അവര് വലിയ രീതിയിൽ ആത്മബന്ധമുള്ള ആളുകളായിരുന്നു, ഒന്നിച്ചു നിന്നവരായിരുന്നു 2 നേതാക്കളും. എന്നാൽ പിന്നീട് ഈ പറയുന്ന പോലെ ഈ തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനാകാനുള്ള നീക്കം നടത്തിയപ്പോൾ AK ശശീന്ദ്രൻ അതിനൊപ്പം ചേരുകയും AK ശശീന്ദ്രനും തോമസ് കെ തോമസും ചേർന്നുകൊണ്ട് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പറയുന്ന പോലെ NCPയുടെ അധ്യക്ഷനായിരുന്ന PC ചാക്കോ പാർട്ടിയിൽ ആരുമാകാതെ പോവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ 2 ചേരികൾ നിൽക്കുന്ന നേതാക്കളാണ് ഇപ്പോൾ PC ചാക്കോയും AK ശശീന്ദ്രനും. അതുകൊണ്ട് തന്നെയാണ് AK ശശീന്ദ്രനെ മത്സരിപ്പിക്കരുത്, രംഗത്ത് നിന്ന് AK ശശീന്ദ്രൻ മാറി നിൽക്കണം, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് PC ചാക്കോ പറയുകയാണ്. പക്ഷേ AK ശശീന്ദ്രൻ പറയുന്നത് താൻ മാറി നിൽക്കത്തില്ല, താൻ സ്വയം മാറി നിൽക്കാൻ സന്നദ്ധമല്ല, തന്നെ പാർട്ടി മാറ്റി നിർത്തട്ടെ എന്നൊരാവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് തനിക്കൊപ്പമാണ് എന്ന് AK ശശീന്ദ്രൻ അറിയാം. അത്തരത്തിൽ പല നേതാക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും മത്സരിക്കാനുള്ള ഒരു നീക്കമാണ് AK ശശീന്ദ്രൻ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ പാർട്ടിയിൽ വലിയ രീതിയിലൊരു ഭിന്നത ഉടലെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ തമ്മിൽ തന്നെ അതിരൂക്ഷമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ജനതാദളിലും സമാനമായ രീതിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ജനതാദളിന്റെ നിലവിലെ മന്ത്രിയായിട്ടുള്ള K കൃഷ്ണൻകുട്ടി ഇത്തവണ മത്സരിക്കുന്നില്ല. അതേസമയം തന്നെ മാത്യു ടി തോമസ് വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിലും ഈ കൃഷ്ണൻകുട്ടിയെ മാറ്റി നിർത്തുമ്പോൾ എന്തുകൊണ്ട് മാത്യു ടി തോമസിനെ മാറ്റി നിർത്തുന്നില്ല? അദ്ദേഹവും കഴിഞ്ഞ കുറെ കാലമായിട്ട് മത്സരിച്ച് വിജയിക്കുന്ന വ്യക്തിയാണ്, നേരത്തെ മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ട് മാത്യു ടി തോമസിനെ മാറ്റുന്നില്ല എന്നൊരു ചോദ്യം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. അവിടെയും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും LDF നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരും തോറും LDF ചിഹ്ന ഭിന്നമാകുന്ന ഒരു കാഴ്ച. പല പാർട്ടികളും, ചെറിയ പാർട്ടികൾ ഉൾപ്പെടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ വലിയ അമർഷമാണ്. CPM-നോട് തന്നെ വലിയ ഒരു എതിർപ്പ് അവർ പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. മാത്രവുമല്ല CPM-നുള്ളിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള വിഴുപ്പലക്കലുകളെ, പ്രശ്നങ്ങളെ ഒക്കെ തന്നെ ഇതിനോടകം ഉടലെടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെയും LDF-നെയും വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ.